ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് മലയാറ്റൂർ പോവുകയാണ്. സോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ്, രാവിലെ നമുക്ക് 5 മണിക്കാണ് ട്രെയിൻ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കി ഫുഡ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള ചോറും മുട്ടയും രസവും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കൊണ്ടുപോയാൽ മാത്രം മതി, വേറെ ഒരു പണിയില്ല. എല്ലാവരും റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഗൈസ്, നമുക്കുള്ള ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിലേക്ക് കയറി. നമ്മൾ നേരെ എറണാകുളത്തായിരിക്കും കേട്ടോ ഗൈസ് പോണത്. എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് ബസ്സിൽ വളാർപാടത്ത് പോകും. ഗൈസ്, നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് തന്നെ എല്ലാവരും ട്രെയിനിൽ കയറിയപ്പോഴും ഇറങ്ങി, ബസ്സിൽ കയറിയപ്പോഴും ഇറങ്ങി. നമ്മൾ നേരെ വളാർപാടം പള്ളിയിലെത്തി. അവിടെ ഇരുന്ന് കുറച്ച് നേരം പൂജയൊക്കെ കണ്ടിട്ട് നേരെ അവിടെ മൊത്തം ചുറ്റി കാണാനൊക്കെ പോയിട്ട് അവിടെ ഒരു അക്വേറിയം പോലത്തെ ഒരു സ്ഥലമൊക്കെ വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ ഷാർക്കിനെയൊക്കെ പിടിച്ചിട്ടേക്കുന്നതെന്നാണ് പറഞ്ഞത്. എനിക്കറിയാൻ വയ്യ ഗൈസ്. പിന്നെ കുറേ ഫിഷൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവർ അതിന് മുകളിൽ തന്നെ പള്ളിയുടെ ഒരിതും ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടിൽ കുറേ ആൾക്കാരിരുന്ന് മീൻ പിടിക്കുന്നതായിട്ടും ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ വരണം ഗൈസ്, അടിപൊളിയല്ലേ ഗൈസ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിളിക്കൂടുണ്ട്, അവിടെ നിറച്ച് കിളിയുണ്ട് ഗൈസ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഗൈസ് ഷാർക്ക് ഉണ്ട്. അവൻ്റെ അടുത്ത് ആ ഗ്ലാസ്സിൽ തൊടരുതെന്ന് എഴുതിയിരുന്നിട്ട് അവൻ അതിൽ തൊട്ട് നോക്കുന്നു. കുറേ തവണ പിന്നെ പറഞ്ഞതിന് ശേഷമാണ് തൊടായത്. പിന്നെ അമ്മ അതിനിടയ്ക്ക് അതിൽ പോയി തൊടുന്നു. നമുക്കവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം വീഡിയോയിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ എന്തായാലും ഷോർട്ട് വീഡിയോ ആക്കണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എന്തായാലും ലോങ് വീഡിയോ ആവും, കാരണം അവിടെ അത്രയ്ക്ക് കാണാനുണ്ട് ഗൈസ്. ഒരുപാട് കിളികളുണ്ട്. ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു. ലവ് ബേർഡ്സൊക്കെ വേറെ ഫുഡ് ഏരിയയില്ല, അവിടെ എന്തോ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഇതെന്തോ കോഴി പോലത്തെ സാധനമാണ്. അടുത്തുമ്പോഴത്തേക്കും അതായത് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്കും ഒരു ബേർഡ്, എന്നാൽ അടുത്ത് പോകുമ്പോഴത്തേക്കും ഒരു കോഴി, അങ്ങനത്തെ ഒരു ഇത് ചേർന്നതാണ്. ഇത് ഒരുമാതിരത്തെ ഒരു കോഴി കണക്കത്തെ സാധനമായിരുന്നു. എനിക്ക് ആക്ച്വലി എന്താണ് സാധനമൊന്നും മനസ്സിലായില്ല. പിന്നെ ഗൈസ്, നമുക്കവിടെ നേർച്ച എടുക്കാം കേട്ടോ. നേർച്ച എടുത്ത് അവിടെ തൂത്തൊക്കെ ഇടാം, അങ്ങനെ ഇതുണ്ട്. അമ്മയ്ക്ക് നേർച്ച നേർന്ന് അമ്മ തൂത്തിട്ട് ഓരോരുത്തരും നേർച്ച നേർന്നിട്ട് ആ പള്ളി പരിസരം ഇങ്ങനെ തൂക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നേർച്ച. ഇത് പണ്ട് മുതലേ ഉള്ളതാണ് ഗൈസ്. അതിന് പിന്നിൽ ഓരോ കഥ ഉണ്ട്. അപ്പോൾ ഗൈസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഞാനിത് മൊത്തം ചുറ്റി കാണിച്ചാൽ ഇതിന് ചുറ്റിനും ഓരോ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. ഇത് വളാർപാടത്ത് അമ്മയുടെ സ്റ്റാച്ചു ആണിത്. പിന്നെ അപ്പുറത്ത് വേറെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതിനടുത്തുള്ളത് കർമ്മല മാതാവിൻ്റെ സ്റ്റാച്ചു ആണ്. പിന്നെ അടുത്ത് വേറെ ഒരുപാട് സ്റ്റാച്യൂസ്. ഇതിന് ചുറ്റും ഇങ്ങനെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അവർ തൂക്കുന്നത്. പക്ഷേ അതിൻ്റെ പുറത്തൂടെ ആൾക്കാർ നടക്കുന്നുണ്ട്, അവർ വീണ്ടും തൂക്കും. അങ്ങനെ ഓരോരോ ഇത്. പിന്നെ ഇത് ഫാത്തിമ മാതാവിൻ്റെതാണ് കേട്ടോ. ഫാത്തിമ മാതാവിൻ്റെത് എനിക്ക് അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയില്ലായിരുന്നു ഗൈസ്. നെക്സ്റ്റ് സ്റ്റാച്യൂവിൽ എഴുതിയിരിക്കുന്നത് ക്യൂൻ ഓഫ് ഹെവൻ എന്ന് പറഞ്ഞിട്ടാണ് ഗൈസ്. ഇത് ലൂർദ് മാതാവിൻ്റെ സ്റ്റാച്ചു ആണ്. എല്ലാ സ്റ്റാച്യൂസും ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ വേളാങ്കണ്ണി മാതാവിൻ്റെതുണ്ട്. ഇത് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാച്ചു ആണ്. നെക്സ്റ്റ് വേളാങ്കണ്ണി മാതാവിൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. അങ്ങനെ ഒരുപാട് സ്റ്റാച്ചു. ഇത് ചുറ്റിലും ഇതിന് ചുറ്റിനാണ് ആൾക്കാർ തൂക്കുന്നത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട്. പിന്നെ ഗൈസ്, എനിക്ക് നേർച്ച നേരണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തൂത്തില്ല. പകരം പ്രാർത്ഥിച്ചിട്ട് അവിടെ നേർച്ച ഇട്ട് കൊടുത്തു. അവിടെ എപ്പോഴും പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തൊന്നാലും അവിടെ പൂജയുണ്ട്. രാവിലെ ഉണ്ട് ഗൈസ്. നാളെ സൺഡേ മാസ് മലമുകളിൽ വെച്ചിട്ടാണ്. അപ്പോൾ പലരും മല കയറി പൂജയും കണ്ടിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. പക്ഷേ ചിലരൊക്കെ ശനിയാഴ്ച വന്ന് മല കയറിയിട്ട് പിന്നീട് ഞായറാഴ്ച രാവിലെ പോകും. അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ ഇതുണ്ട് കണ്ടോ, അതിനകത്തും വേളാങ്കണ്ണി മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും സ്റ്റാച്യൂസൊക്കെ ഉണ്ട്, ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. പിന്നെ ഇനി നമുക്ക് മാതാവിൻ്റെ വലിയൊരു സ്റ്റാച്ചു ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും അടിപൊളി വ്യൂ ആണ് ഗൈസ്. പക്ഷേ ഇതിന് മുകളിൽ ഇനി നമ്മൾ കയറണം ഗൈസ്. ലിഫ്റ്റുണ്ട്. ലിഫ്റ്റ് കയറുന്നതിന് 10 രൂപ എന്തോ ആണ്, 10-15 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു. ലിഫ്റ്റ് കയറിയിട്ട് വീണ്ടും സ്റ്റെപ്പുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ലിഫ്റ്റ് കയറിയിട്ട് സ്റ്റെപ്പ് കയറുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അവിടെ അത് മാത്രമല്ല, നമ്മൾ സ്റ്റെപ്പ് കയറും തോറും നല്ല വ്യൂ ആണ്. ഒരുപാട് ഫോട്ടോസും വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ. നല്ല ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. മാതാവിനെ സ്വർഗത്തിലോട്ട് കൊണ്ടുപോയതുണ്ട്. പിന്നെ ഈശോനെ കുരിശിൽ തറച്ചതുണ്ട്. അങ്ങനെ ഒരുപാട് ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഈ ലിഫ്റ്റ് കയറിയതിന് ശേഷവും ഇനിയും 62 പടി കയറണം ഗൈസ്. ഞാൻ അവിടെ വ്യൂ ഉണ്ടോ എന്ന് നോക്കാൻ പോയി ഗൈസ്. പക്ഷേ അവിടെ അത്രയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ ഗൈസ്.
ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇനി മുകളിലോട്ട് കയറണം. പക്ഷേ ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഫോൺ എങ്ങാനും വീണ് കഴിഞ്ഞാൽ പണി കിട്ടും. സോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ കയറിയതിന് ശേഷം കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് മുകളിലത്തെ വ്യൂവേ. നല്ല അടിപൊളി ഗൈസ്. സ്റ്റോപ്പിൽ നമുക്ക് ഇങ്ങനെ വ്യൂ കാണാനായിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇനി ലിഫ്റ്റ് ഇറങ്ങി കുറച്ച് താഴെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മാതാവിൻ്റെ വലിയ സ്റ്റാച്ചു കാണാം. അവിടെ ഒരുപാട് പുരാതന കാലത്തെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് മാതാവിൻ്റെ ഏറ്റവും വലിയ സ്റ്റാച്ചു. ഗൈസ്, ഇതിൻ്റെ താഴെ തന്നെ ഒരു അമ്മയും കുഞ്ഞിരിക്കുന്നതായിട്ടുണ്ട്. ഈ അമ്മയും കുഞ്ഞും ഒരു ദിവസം കഴിഞ്ഞ് എന്തോ ശേഷമാണ് കടലിനടിയിൽ നിന്ന് ജീവനോടെ കണ്ടെടുത്തത്. അപ്പം അങ്ങനെ മാതാവിൻ്റെ ഒരു ജീവനോടെ വന്നതിന് ശേഷം പറഞ്ഞതാണ് പള്ളി പരിസരവും തൂത്തിടും, നേർച്ചയായിട്ട് തൂത്തിടുമെന്ന്. അതിന് ശേഷം മുതലാണ് ഇങ്ങനെ ഒരു നേർച്ച വന്ന് തുടങ്ങിയത്. ഗൈസ്, അതിന് താഴെ തന്നെ ഒരു ആരാധന സെൻ്ററുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഗൈസ് മലയാറ്റൂർ വന്ന് നേർച്ച നേർന്നിട്ട് നടന്നവരും ഉണ്ട്. അതിൻ്റെയൊക്കെ ഒരു തെളിവായിട്ടാണ് അവർ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് കേട്ടോ. വീട് വേണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയെടുത്താണ് ഗൈസ് ഈ ക്ലിക്കോട് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയെടുത്ത് ഫ്രീ ആയിട്ട് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. പകരം ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിരുന്ന് ഞങ്ങൾ കഴിച്ചു ഗൈസ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആലുവയിലോട്ടാണ് പോകാനുള്ളത്. സോ അപ്പോൾ ഞങ്ങൾ ആലുവയിൽ മെട്രോയിലായിരിക്കും പോകാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം മെട്രോയിൽ കയറാൻ പോകുന്നു ഗൈസ്. അയ്യോ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. നമ്മളവിടെ എത്തിയത് പോലും ഞാൻ അറിഞ്ഞില്ല. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ട്രൈ തന്നെ അടിപൊളിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറണമെന്നൊക്കെ ആഗ്രഹം വന്നു. ഗൈസ്, നമ്മുടെ മെട്രോ ഞാൻ ഫസ്റ്റ് ടൈം കയറാൻ പോകുന്നു ഗൈസ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമല്ലേ വോയിസ് ഇടുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ പറയാമല്ലോ. ഫസ്റ്റ് ടൈം കയറിയപ്പോഴത്തന്നെ എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷുകാരിയാണ് ഗൈസ് നിന്നത്. അവരെന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിച്ചുകൊണ്ട് നിന്ന്. എനിക്കാണെങ്കിൽ ചിരിയും വന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ അടിപൊളിയായിരുന്നു. അതിനകത്ത് കുറേ നോട്ടീസ് ബോർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങനെ വായിച്ചിരുന്നു. സമയം പോയെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ എത്തി ഗൈസ്. കുറച്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഓരോ സ്റ്റേഷൻ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങാനൊക്കെ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ നേരെ മലയാറ്റൂരിലോട്ട് പോകുന്നു. നമ്മളവിടെ പോയി ഇനി മല കയറണം. അതാണ് ഒന്നാമത്തെ ടാസ്ക്. നമ്മളവിടെ മൊത്തം ചുറ്റി കറങ്ങിയൊക്കെ കാണാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ പോകാൻ പോകുന്നു ഗൈസ്. ഗൈസ്, അവിടെ നമ്മളിനി മുകളിൽ കയറിയിട്ട് അവിടെ ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഗൈസ്, ഞാൻ ഞാൻ കുറേ കയറിയതിന് ശേഷമാണ് ഇങ്ങനെ കട്ട് ചെയ്താണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മൾ കയറുമ്പോഴത്തേക്കും ഫോണും കൊണ്ട് കയറിക്കഴിഞ്ഞാൽ ഫോൺ എങ്ങാനും തറയിൽ പോവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പേടിയിൽ ഞാൻ പകുതിയോളം കയറിയിട്ടാണ് ഞാൻ എടുത്തത് ഗൈസ്. നമ്മൾ മുകളിലെത്തി. നാളെ, അതായത് സൺഡേ മാസ് ഇവിടെ മുകളിലായിരിക്കും നടക്കുന്നത്. എന്നിട്ട് നമ്മളവിടെ മൊത്തത്തിൽ ചുറ്റിക്കറങ്ങിയിട്ട് നേർച്ചയൊക്കെ ഇട്ട് ഗൈസ്. പിന്നെ അവിടെ നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേർച്ച എടുത്ത് അവിടെ ഒരുപാട് പേര് വരാറുണ്ട്. പക്ഷേ ഗൈസ് ഇപ്പോൾ അവിടെ മൊത്തം വേസ്റ്റായി. അവിടെ മൊത്തം പ്ലാസ്റ്റിക് ആക്കി ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അവിടെയൊക്കെ ആൾക്കാർക്ക് പോകാമെന്നുള്ള സ്ഥലമായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ഇപ്പോൾ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ മൊത്തം പ്ലാസ്റ്റിക്കും വേസ്റ്റും ഒക്കെ ആയിട്ട് ഇട്ടേക്കുന്നു. കുറേ ആഴമുണ്ട്. നമ്മളിവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഒരുപാട് മല കാണാൻ പറ്റും ഗൈസ്. നല്ല പൊക്കത്തിലാണ് ഗൈസ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല ഗൈസ്, അവിടെ വരെയാണെങ്കിൽ നല്ല വ്യൂ ആണ്. കിടിലൻ വ്യൂ ആണ്. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പൊളിക്കും. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് ഗൈസ്. നമുക്ക് പിന്നെ ഓരോ കാര്യങ്ങളങ്ങനെ കണ്ട് നടന്നു ഗൈസ്. ഇതാണ് ആന കുത്തിയ പള്ളി എന്നാണിത് പറയപ്പെടുന്നത്. ഗൈസ്, ആന കുത്തിയതിൻ്റെ അടയാളമൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. ആ വെട്ടമുള്ളതുകൊണ്ട് അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കുന്നു. അപ്പോൾ നമുക്കത് കാണാൻ സാധിക്കത്തില്ല. അവിടെ എന്തോ കറുത്ത ഇതൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സാധനം. ശരി, നമ്മൾ താഴെ ഇറങ്ങി കിണർ കാണാൻ പോവാം. അവിടെയും എന്തോ ഒരു അത്ഭുതമുണ്ട്. പക്ഷേ ഇപ്പോൾ ആ കിണർ മൊത്തത്തിൽ വറ്റി ഗൈസ്. അതിനകത്ത് മൊത്തം പ്ലാസ്റ്റിക് ആയിരുന്നു. നമ്മൾ പോയി ചമ്മി. നമ്മൾ വിചാരിച്ച് അതിനകത്ത് വെള്ളമൊക്കെ ഉണ്ടെന്ന്. ഗൈസ്, ഈ കിണറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തോമാസ് ലീഹ വടി കൊണ്ട് കുത്തി അവിടെ വെള്ളം വരുത്തിച്ചതാണ്. പിന്നെയാണ് അവിടെ ഒരു കിണറാക്കിയത്. അവിടെ വെള്ളം നിന്ന് അവിടെ ഒരു കിണറാക്കി മാറ്റി. ഗൈസ്, നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ഓഫ് പ്ലാസ്റ്റിക്, മൊത്തത്തിൽ പ്ലാസ്റ്റിക്. ഗൈസ്, ഇതാണ് പൊന്നും കുരിശ് കേട്ടോ. പൊന്നും കുരിശ് എന്നാണിത് പറയുന്നത്. ഗൈസ്, ഇതാണ് കൊടിമരം. ഈ കൊടിമരത്തിലാണ് നമ്മൾ പെരുന്നാളിന് കൊടി ഉയർത്തുന്നത്.
ഗൈസ്, ഇവിടെയാണ് തോമാസ് ലിഹയുടെ കാല് പതിഞ്ഞത്. അതാണ് ആ 2 റൗണ്ട് കണ്ടോ, അതാണ് അവർ കാണിച്ചിരിക്കുന്നത്. അത് ക്യാമറയിൽ ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല ഗൈസ്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കിടുക്ക് വ്യൂ ആണ് ഗൈസ്. എനിക്കിവിടെ നിൽക്കുക ഈ ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ അവിടെ മൊത്തത്തിൽ ചുറ്റി അങ്ങ് കറങ്ങി നടന്നു. അല്ലാതെ വേറെ നല്ല രസമാണ്. പക്ഷേ ഗൈസ്, നമ്മളിനി തിരിച്ചിറങ്ങാൻ പോകുന്നു. കയറുന്നത് ഒടുക്കത്തെ ടാസ്ക്കാണ്, പക്ഷെ തിരിച്ചിറങ്ങുന്നത് അത്രയ്ക്ക് ടാസ്ക്കില്ല ഗൈസ്. ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് 2 കൂട്ടുകാരെ കണ്ടു മല കാണാൻ ഗൈസ്. നല്ല രസമുണ്ട്, പക്ഷേ പിടിക്കണമെന്നുമുണ്ട്. പക്ഷെ അതെങ്ങാനും വെച്ച് അള്ളി തന്നു കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ ഗൈസ്, താഴോട്ട് ഇറങ്ങുന്നത് കുറച്ച് പാടാണ്. നമ്മൾ ഇത്രയും ഇറങ്ങിക്കഴിഞ്ഞു, ഇനിയും കുറച്ചും കൂടെ ഇറങ്ങിയാൽ മതി. അതിൽ നമുക്ക് അത്ര പ്രശ്നമില്ല. അത്രയും കയറിയില്ലേ ഗൈസ്, അപ്പോൾ അത്രയും ഇറങ്ങണ്ടേ. അത് നമുക്കൊരു പ്രോബ്ലം ഇല്ല, നമ്മളെല്ലാം സെറ്റാക്കി എടുക്കും. അമ്മ അവിടെ നോക്കുക ഓടിയാണ് തള്ളിയത്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇനി താഴെ ഇറങ്ങി നേർച്ച വാങ്ങണം, പിന്നെ നമ്മൾ പോകണം, എന്നിട്ട് പുഴയിൽ കുളിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഗൈസ്. നമ്മളിനി നേരെ അടിവാരത്തെ പള്ളിയിലോട്ട് പോവും. അവിടെ പോയിട്ട് നമ്മൾ അവിടുത്തെ പുഴയിൽ കുളിച്ച് റെഡിയായി വന്ന് ഫുഡും കഴിച്ച് കിടന്നുറങ്ങിയാൽ മതി. പിന്നെ നമുക്കവിടെ പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഗൈസ്. നിങ്ങളെന്തായാലും എക്സൈറ്റ്മെൻറ്റോടെ വെയിറ്റ് ചെയ്യൂ. നമ്മളെത്തി ഗൈസ്. ഇനിയാണ് സംഭവം. ഗൈസ്, അങ്ങനെ ലൈറ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്ന് ഫുഡ് കഴിച്ചു ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.